കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ തിരുനാമം വിളിച്ചപേക്ഷിക്കും. ഈശോ മിശിഹായിക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഹണി ബാബു. ഞാൻ കൊല്ലം ജില്ലയിലെ ആയൂരിൽ നിന്ന് വരുന്നു. 2020 ഫെബ്രുവരി മാസം 8-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് 30 ലക്ഷം രൂപയുടെ കടബാധ്യതയായിട്ടായിരുന്നു ഞാൻ അമ്മയുടെ മുമ്പിൽ വന്നത്. അപ്പോൾ എൻ്റെ അമ്മയും അനിയത്തിയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എന്നോട് പറഞ്ഞു, മോളെ നീയും കൂടെ വന്ന് ഉടമ്പടി എടുക്കുക, നിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള പരിഹാരം നിൻ്റെ അമ്മ കണ്ടെത്തി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി വെച്ചു. എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് ഈ 30 ലക്ഷത്തിൻ്റെ കടബാധ്യത വീട്ടാൻ ഞങ്ങൾക്ക് ആകെയുള്ള മാർഗ്ഗം ഞങ്ങൾ താമസിക്കുന്ന വീട് സ്ഥലവും വിൽക്കുക എന്നുള്ളത് മാത്രമാണ്. 1.5 വർഷത്തിലേറെയായിട്ട് ഞങ്ങളത് വിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അമ്മ മാതാവ് ഇടപെട്ടാൽ മാത്രമേ സാധ്യമുള്ളൂ. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയുടെ നേർച്ചൂപ്പ് കൊണ്ടുവന്ന് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ചുറ്റുവിട്ട് അമ്മയോട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരുപാട് പേര് ഞങ്ങളുടെ വീട് സ്ഥലവും വാങ്ങാനൊക്കെ വേണ്ടിയിട്ട് വന്നു. എങ്കിലും പഴയ വീടായതുകൊണ്ടും ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ കോൺക്രീറ്റ്, ബാക്കിയെല്ലാം ഓടിട്ട പഴയ വീടാണ്. ആർക്കും വലിയ താല്പര്യമില്ലാതെ അവർ തിരിച്ചുപോയി. അപ്പം ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു, നമുക്ക് ഈ വീടൊന്ന് ചെറുതായിട്ടൊന്ന് പുതുക്കി പണിയാം, ഉള്ള സ്വർണ്ണം എന്തെങ്കിലും കൊണ്ട് പണയം വെച്ചിട്ട് ചെറുതായിട്ട് പുതുക്കി പണിതാൽ ചിലപ്പോൾ ഇതിനാൾ വരുമായിരിക്കും എന്ന്. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മളിത് വിൽക്കാനിട്ടേക്കുമല്ലേ, ഇനി നമ്മളിത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള കാശും കൂടെ ഇറങ്ങിപ്പോയി അതും കൂടെ കടവാവത്തേ ഉള്ളെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് തന്നെ എന്നോട് പറഞ്ഞു, ഇന്നാൾ മോൾ പറഞ്ഞ കണക്ക് തന്നെ നമുക്കൊന്നും കൂടെ ഇതങ്ങ് പുതുക്കി പണിതാലോ എന്ന് ചോദിച്ചു. അങ്ങനെ ഫെബ്രുവരി മാസം 8-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതേ വർഷം തന്നെ ഓഗസ്റ്റ് 26-ാം തീയതി ഞങ്ങളുടെ വീട് പുതുക്കി പണിത് അതിൻ്റെ കൂദാശകർമ്മം നിർവഹിക്കാൻ പരിശുദ്ധ അമ്മ ഇടപെട്ട് ഞങ്ങൾക്ക് അത് നടത്തി തന്നു. ആ വീട്ടിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും ഈ 30 ലക്ഷത്തിൻ്റെ കടബാധ്യത അങ്ങനെ നിൽക്കുക. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ ജപ്തി നോട്ടീസും കൂടെ വന്നു. ആ വർഷം 2021 മാർച്ച് 31 മുമ്പായിട്ട് ഈ വസ്തു ഇതിൻ്റെ തുക 30 ലക്ഷം അടച്ചു തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജപ്തിയാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ മാതാവേ, ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്ന് ഉടമ്പടി എടുത്തു, അമ്മ എനിക്കെല്ലാം നടത്തി തരുവാണ്, ഈ സ്ഥലത്തിൻ്റെ വിൽപ്പന കൂടി അമ്മയൊന്ന് നടത്തി തരണേന്ന്. ഒരുപാട് പേര് വന്ന് വസ്തു കണ്ടു. അപ്പം എല്ലാവർക്കും സ്ഥലത്തിൻ്റെ താല്പര്യം. ആ സമയത്ത് തന്നെ ഞങ്ങളുടെ സഹോദരിയുടെ മകൾ തന്നെ ആ വസ്തു വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ച് ഇങ്ങോട്ട് വന്നു. മാതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ കൃപയാൽ ആ വസ്തു ഞങ്ങളുടെ സഹോദരിയുടെ മകൾ തന്നെ വാങ്ങാനിട വന്നു. അതുകൊണ്ട് മാതാവ് ഒരുക്കി തന്ന ഒരു വലിയ കൃപ എന്ന് പറയുന്നുണ്ട്. അവർ തന്നെ അത് എടുത്തതുകൊണ്ട് ഞങ്ങൾ വിറ്റ് ആ വീട്ടിൽ തന്നെ ഞങ്ങൾ ഇറങ്ങുവോളം ഞങ്ങൾക്ക് അവിടെ തന്നെ താമസിക്കാനുള്ള കൃപ തന്നു പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ മാർച്ച് 31 മുമ്പായിട്ട് ഞങ്ങൾ ഈ 30 ലക്ഷം രൂപയും ബാങ്കിൽ അടച്ചു തീർത്തു. ഒന്നിച്ചടച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 2 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ മിച്ചം വന്നു. ആകെയുള്ളത് ഈ 2 ലക്ഷം രൂപയാണ്. ഇതുകൊണ്ട് ഞങ്ങൾക്ക് വീട് പണിയണം. ഞാൻ രണ്ടാമത് വെച്ച നിയോഗം എന്ന് പറയുന്നത് എനിക്കൊരു വീട് തരണം എന്നുള്ളതാണ്. എനിക്ക് സ്ഥലമുണ്ട്. ഞങ്ങൾ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 10 വർഷം മുമ്പ് ഒരു സ്ഥലം ഞങ്ങളുടെ ടൗണിനോട് ചേർന്ന് മേടിച്ചിട്ടതായിരുന്നു. അവിടെ ഒരു വീട് പണിയണമെങ്കിൽ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ 2 ലക്ഷം രൂപ അവിടുത്തെ കാർഡ് പറിക്കാൻ പോലും മതിയാവത്തില്ല. അപ്പം ഞങ്ങൾ എന്നാൽ ഒരു ലോണിനെ സമീപിക്കാം ബാങ്കിൽ. ഞങ്ങൾക്ക് അക്കൗണ്ടില്ല. എൻ്റെ ഹസ്ബൻഡിന് ഒരു മെഡിക്കൽ ഷോപ്പാണ് നടത്തുന്നത്, ചെറിയൊരു മെഡിക്കൽ ഷോപ്പ്. അതാണ് ഞങ്ങളുടെ ആകെയുള്ള വരുമാന മാർഗ്ഗം. അപ്പം ഞങ്ങൾ അത് വെച്ചിട്ട് ലോണിന് അപ്ലൈ ചെയ്തു. ദേശസാൽകൃത ബാങ്കിൽ 3 ബാങ്കിൽ കയറി ഇറങ്ങിയിട്ടും അവർ ലോണ് തന്നില്ല. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ഇത്രത്തോളം നടത്തി തരുന്ന പരിശുദ്ധ അമ്മ മാതാവ് നമുക്ക് എത്രയും വേഗം വീട് തരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നിഷേധിക്കുന്നത്, നമുക്ക് വേറൊരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ കോഴിക്കോടാണ്. മമ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ എന്തോരം പ്രൈവറ്റ് ബാങ്കുകളുണ്ട്, ഈ ബാങ്കിൻ്റെയും മറ്റേ ബാങ്കിൻ്റെയും ഒക്കെ പലിശ നിരക്ക് സെയിം ആണെന്നുണ്ടെങ്കിൽ നീ അവിടെ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ബാങ്ക് HDFC ബാങ്കിനെ സമീപിച്ചു. ഞങ്ങൾ 2 തവണ മാത്രമേ ആ ബാങ്കിൽ പോകേണ്ടി വന്നുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് പണിക്ക് ആവശ്യമായ തുക ലോണായിട്ട് തന്ന് പരിശുദ്ധ അമ്മ മാതാവ് 6 മാസം കൊണ്ട് തന്നെ ഞങ്ങളുടെ പുതിയ ഭവനം, മനോഹരമായ ഒരു ഭവനം അവിടെ ഒരുക്കി തന്ന് അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ ഓഗസ്റ്റിൽ നിന്ന് പഴയ വീട്, ഈ ഏറ്റവും അത്ഭുതകരമായ സംഭവം കോവിഡ് ടൈമിലായിരുന്നു. അത് 2020 തൊട്ട് 2022 വരെ കോവിഡിൻ പാൻഡമിക് ഇതിൻ്റെ നിന്ന് ഓരോ കാര്യങ്ങൾക്കുമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. സാധനങ്ങൾ ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ജോലിക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനിടയ്ക്ക് 2 വീട് അമ്മ മാതാവ് പണിത് തന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. അവിടെ 2022 ജനുവരി 16-ാം തീയതി പുതിയ വീടിൻ്റെ പാലുകാച്ച് കർമ്മം നടത്തി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ അടുത്ത ഉടമ്പടി വെച്ചിരുന്നത്, ഞങ്ങൾക്ക് എൻ്റെ മമ്മി ഞാനും അനിയത്തി ഒന്നിച്ചാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. വന്ന സമയത്ത് എൻ്റെ മമ്മിയുടെ കാലയിൽ ഈ പ്രമേഹം മൂലം ഡയബറ്റിക് അൾസർ ഉണ്ടായിരുന്നു. വലിയ കുമിള പോലെ വന്ന് വീർത്ത് ഒരുപാട്. മമ്മി കോഴിക്കോട് നിന്നാണ് ഇവിടെ വരുന്നത്.
ഇവിടെ വന്ന സമയത്ത് ആ കാലിലിരിക്കുന്ന മുറിവ് കാരണം വേദന കൊണ്ട് മമ്മിയുടെ രോഗികൾക്കുള്ള ആ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു ഉടമ്പടി നിയോഗം വെച്ചത് മമ്മിയുടെ കാലിലെ മുറിവ് ഉണക്കി തരണമെന്നായിരുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തൈലം പൂശിയപ്പം ഒരു ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനും പോരാത്ത രീതിയിൽ എന്നിട്ട് ഉണങ്ങാത്ത മുറിവ് ആ തൈലം പൂശി പരിശുദ്ധ അമ്മ ആ മുറിവ് പൂർണ്ണമായും ഉണക്കി തന്ന സൗഖ്യം നൽകി. പിന്നെ അതിൽ ഞാൻ അടുത്ത ഉടമ്പടി നിയോഗം വെച്ചത് എൻ്റെ ഭർത്താവിന് ഭയങ്കര അലർജി ആയിരുന്നു. റോഡ് സൈഡിലെ ഷോപ്പാണ്. പിന്നെ അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഈ മൂക്കിപ്പൊടി വലിക്കുന്ന ഒരു സ്വഭാവം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പൊതുപ്രവർത്തകനാണ്, പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരുന്ന ആളാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ആളുകളെ സമീപിക്കുമ്പോൾ സംസാരിക്കുമ്പം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞ് ഒരു സെൻറ്റൻസ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കുന്നുള്ളൂ. അദ്ദേഹം അതിൻ്റെ അത് അറിയുന്നില്ല. കേട്ട് എനിക്കിത് വളരെ അരാരോചകമായി തോന്നി. ഞാൻ ദൈവമേ, ഭാര്യയായി എനിക്ക് പോലും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അദ്ദേഹം അറിയുന്നില്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ഞാനിവിടെ ഉടമ്പടി വെച്ചു, ഹസ്ബൻഡിൻ്റെ അലർജിയും എൻ്റെ കുഞ്ഞുങ്ങളുടെ അലർജിയും മാറ്റി തരണമെന്ന്. കുഞ്ഞുങ്ങൾക്ക് ഏത് സമയത്തും ജലദോഷവും പനിയും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരെയും കൊണ്ട് ഞാൻ വർഷത്തിൽ 2-3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ഒരു അവസ്ഥയാണ്. ഞാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് ഫെബ്രുവരി 8 തീയതി 2020 ഉടമ്പടി എടുത്തതാണ്. ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ 2 കുഞ്ഞുങ്ങളെ കൊണ്ടും എനിക്കൊരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ട അവസ്ഥ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഞാനിങ്ങനെ ഉടമ്പടി രാവിലെയും വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയിൽ ഹസ്ബൻഡിൻ്റെ അലർജി മാറി കിട്ടണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം രാവിലെ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്വരം എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക, അതൊക്കെ ഞാൻ എന്നോ എടുത്തു കളഞ്ഞില്ലേ, നീ ഇപ്പോഴും അത് തന്നെയാണോ പ്രാർത്ഥിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ആ പ്രാർത്ഥന ഇടയ്ക്ക് ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, ഞാൻ അറിയുന്നില്ല. ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അലർജി മാറിപ്പോയി, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. മൂക്കിപ്പൊടി വലിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം താനേ ഒഴിവാക്കി. ഞാനിത് അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ പോലും അറിയാതെ, എൻ്റെ ഹസ്ബൻഡ് പോലും അദ്ദേഹം പോലും ബോധ്യമാകാത്ത രീതിയിൽ അത് പരിശുദ്ധ അമ്മ മാതാവ് എടുത്തു കളഞ്ഞ് പരിപൂർണ സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. എൻ്റെ അനുജത്തി അവൾ മംഗലാപുരത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവരുടെ ഒരു സ്ഥലം വിൽപ്പന നടക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതും പരിശുദ്ധ അമ്മ മാതാവ് ഇടപെട്ട് അവിടെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയിട്ട് ഇവർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ വസ്തു വിറ്റ് തന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥിച്ച ഒരു കാര്യമായിരുന്നു, എൻ്റെ നാത്തൂൻ്റെ ഒരു 5 സെൻറ്റ് വസ്തു മേടിച്ചിട്ട് അവർക്കത് വിൽക്കണമെന്നായിരുന്നു. അത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യവും ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്നിലൂടെ തന്നെയാണ് ആ വസ്തുവിൻ്റെ വിൽപ്പനയ്ക്ക് ആൾ വന്നത്. എൻ്റെ ഹസ്ബൻഡ് സഹോദരിയൊക്കെ പൊതുപ്രവർത്തകരാണ്, അവർ പുറത്തൊക്കെ ഇറങ്ങിയ ആൾ. പക്ഷേ വീട്ടിലിരുന്ന് എന്നെ തേടിയാണ് ഈ വസ്തുവിനുള്ള ആൾ വന്നത്. പരിശുദ്ധ അമ്മയുടെ കൃപയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അടുത്ത നേർച്ച വസ്തുവിൻ്റെ ഉപയോഗമാണ്. അതിനു മുമ്പ് കഴിഞ്ഞ വർഷം ജനുവരി 27 തീയതി എൻ്റെ മോള് നവോദയ സ്കൂളിലാണ് പഠിക്കുന്നത്. അവളുടെ സ്കൂളിൻ്റെ ആനിവേഴ്സറി കഴിഞ്ഞ് രാത്രി ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളുടെ കാറിലേക്ക് ഒരു മഹീന്ദ്രയുടെ പിക്കപ്പ് വന്ന് ഇടിച്ച്, വണ്ടി കണ്ടാൽ ഞങ്ങളാരും ജീവനോടുണ്ടെന്ന് പറയത്തില്ല, ആ ഒരു അവസ്ഥയിലായിരുന്നു. വണ്ടി ഓടിച്ച ഹസ്ബൻഡിന് ഒരു പോറൽ പോലും ഇല്ലാതെ മാതാവ് കാത്തു. പക്ഷേ ഫ്രണ്ടിലിരുന്ന എൻ്റെ സീറ്റ് ബെൽറ്റോടെ സീറ്റ് അടക്കം വലിച്ചുകൊണ്ട് പോയിട്ട് എൻ്റെ ചെസ്റ്റ് കൊണ്ടുവന്നിട്ട് ഡാഷ്ബോർഡിനിട്ട് അടിച്ചു. ഈ പട്രോളിംഗ് പോലീസിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അവർ പെട്ടെന്ന് വന്ന് ഞങ്ങളോട് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ, അപ്പം ഇതാരോ എന്താണെന്ന് അറിയത്തില്ല, രാത്രിയല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ആയൂരാണ്, കടയിൽ ബാബുവാണ്, പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചുള്ളത് എനിക്ക് പറയാനുള്ളത് ഇപ്പം പറയണം. ഞാനിപ്പോൾ എൻ്റെ വാരിയലെല്ലാം തകർന്നിട്ടുണ്ട്, ഞാനിപ്പം ബ്ലഡ് ഒമിറ്റ് ചെയ്യും, ഞാൻ മരിച്ചു പോകുമെന്നാണ് എൻ്റെ വിശ്വാസം ഇരിക്കുന്നത്. ഞാൻ ഒറ്റ ശ്വാസത്തിൽ ഇത്രയും പറഞ്ഞു. അവർ ഞങ്ങളെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കുമ്പോൾ കുഞ്ഞെന്തിയേ, കുഞ്ഞ് പുറകിലത്തെ സീറ്റിൽ ഇരിപ്പുണ്ട്, എൻ്റെ കസിനും പുറകിലത്തെ സീറ്റിൽ ഇരിപ്പുണ്ട്. കുഞ്ഞിനെ വിളിച്ചിട്ട് കുഞ്ഞ് അനങ്ങുന്നില്ല, അവന് ഈ പുറകിലത്തെ സീറ്റ് വീണ് കിടക്കുന്നുണ്ട്. ഈ ഇടിയുടെ ആഘാതത്തിൽ ഈ കുഞ്ഞ് പുറകിലത്തെ സീറ്റിൽ നിന്ന് ഫ്രണ്ടിലെ മിററിലോട്ട് തെറിച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് തെറിച്ച് സീറ്റിൻ്റെ അടി വന്ന് വീണുപോയി. അപ്പോൾ ഈ ഞങ്ങളെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ നോക്കി പറഞ്ഞു, കുഞ്ഞിൻ്റെ ചെവിയിൽ നിന്ന് ബ്ലഡ് വരുവാണ്, ഇൻറ്റേർണൽ ബ്ലീഡിങ് ആണ്, എത്രയും പെട്ടെന്ന് സി.ടി. സ്കാൻ എടുക്കണം, കുഞ്ഞിന് സീരിയസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ബാഗൊക്കെ പോലീസുകാരുടെ വാഹനത്തിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ കസിനോട് പറഞ്ഞു, ആ മോള് ഉടമ്പടി എടുത്ത ആളാണ്, മോളെ കാശുരൂപം താന്ന് പറഞ്ഞു. ആ കാശുരൂപം, ഉടമ്പടി കാശുരൂപം മേടിച്ച് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മ മാതാവേ, ഞാൻ ഉടമ്പടിയിലുള്ള ആളാണ്, അമ്മ എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചു തരണം, വേറെ ഒന്നും ഞാൻ അമ്മയോട് ചോദിക്കത്തില്ല. ഞാനിങ്ങനെ എന്താ എൻ്റെ അന്നേരത്തെ മാനസികാവസ്ഥ എന്ന് എനിക്കറിയില്ല. അതുപോലെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ചെവിയിൽ ഒരു സ്വരം കേൾക്കുക, ആരാ പറഞ്ഞ് നിൻ്റെ കുഞ്ഞിൻ്റെ ചെവിക്ക് അകത്തെന്നാ ബ്ലഡ് വരുന്നത്, നീ ഒന്ന് നോക്കിക്കുക, അത് പുറത്തെന്നല്ലേ എന്ന്. ഞാൻ അവിടെ നിന്നോട്ട് ഉച്ചത്തിൽ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ ചെവിക്ക് അകത്ത് മുറിഞ്ഞിട്ടില്ല, അവിടെ നല്ല ബ്ലഡ് വരുന്നു, ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഡോക്ടർ ഒരുമാതിരി ഒരു അസ്വസ്ഥതയോടെ, ശരിയാ ഞാൻ അവരുടെ ട്രീറ്റ്മെൻറ്റ് തടസ്സപ്പെടുത്തുവാണ് അതിനിടയ്ക്ക് കൂടെ, എനിക്കറിയാം. പക്ഷേ പെട്ടെന്ന് ഡോക്ടർ ഒരു ടോർച്ച് എടുത്ത് കുഞ്ഞിൻ്റെ ചെവിക്കകത്ത് അടിച്ചു നോക്കിയപ്പം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം, കുഞ്ഞിൻ്റെ ചെവിക്കകത്ത് നല്ല ക്ലിയറാണ്, അവൻ്റെ ചെവിയുടെ
ഈ സൈഡിൽ നിന്ന് ബ്ലഡ് വന്നിട്ട് മുറിഞ്ഞിട്ട് ചെവിക്കകത്തേക്ക് ബ്ലഡ് ഒഴുകുന്നതായിരുന്നു. പരിശുദ്ധ അമ്മ മാതാവ് എൻ്റെ കുഞ്ഞിനെ CT സ്കാനൊക്കെ എടുത്ത്, ഇവൻ ഒമിറ്റ് ചെയ്തുകൊണ്ട് CT സ്കാൻ എടുത്തെങ്കിലും അതിന് യാതൊരു മരുന്ന് പോലും കൊടുക്കാതെ കൊണ്ട് എൻ്റെ കുഞ്ഞിന് പരിപൂർണ്ണ സൗഖ്യം തന്നു. അവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഈ നിമിഷം വരെ ഞങ്ങളെ കാത്തു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അടുത്തത് നേർച്ച വസ്തുവിൻ്റെ ഉപയോഗം തന്നെയാണ്. എൻ്റെ പുതിയ വീടിൻ്റെ പണി നടന്നപ്പം ഞങ്ങൾക്ക് അവിടെ ഒരു കിണർ കുത്തണം, ഞങ്ങൾക്ക് വെള്ളമില്ല. അപ്പോൾ കിണറിൻ്റെ പണിയൊക്കെ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഓരോ ദിവസവും കിണറിൻ്റെ ചുറ്റും നടന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. ഈ വീടിൻ്റെ പണി നടന്നപ്പോഴും എൻ്റെ ജോലി ഇത് തന്നെയാണ്. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇങ്ങനെ വീടിൻ്റെ തറയ്ക്ക് ചുറ്റും നടക്കും. അപ്പോൾ കിണറിനകത്ത് വെള്ളം കിട്ടുന്നില്ല. താഴോട്ട് പോകുന്തോറും ഇപ്പം കാണും വെള്ളം എന്നുള്ളൊരു രീതിയിലാണ്. എല്ലാവരും ഒരുപാട് പ്രാർത്ഥനകൾ ഞങ്ങളുടെ ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ വെള്ളമില്ല. അവർ വെടി പൊട്ടിക്കണം, കടുത്ത പാറയാണെന്ന് പറഞ്ഞു. വെടി പൊട്ടിക്കാൻ 2 വെടി പൊട്ടിച്ചപ്പോഴത്തേക്കും അയൽവക്കംകാർക്കൊക്കെ പേടി. റെസിഡൻഷ്യൽ ഏരിയയാണ്, അങ്ങനെ ചെയ്യാൻ നമുക്ക് മനസ്സിന് വിഷമം. അതവിടെ നിർത്തിവെച്ചു. ഉടനെ അവർ പറഞ്ഞു നമുക്കെന്തോ മെഷീൻ കൊണ്ടുവന്നിട്ട് ഡെയിലി 12,000 രൂപ എങ്ങാണ്ടാണ് ആ മെഷീൻ കൊണ്ടുവന്ന് പണിയാൻ. ആ മെഷീൻ്റെ അതിൻ്റെ ആ മുന പോകുന്നതല്ലാതെ, അതിൻ്റെ ബ്ലേഡ് നശിച്ചു പോകുന്നതല്ലാതെ പാറ പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ ചെന്നപ്പോൾ ജോലിക്കാർ പണിയൊക്കെ നിർത്തി വാഹനത്തിൽ സകല ഉപകരണങ്ങളും കയറ്റി ഈ കിണർ പണി ഉപേക്ഷിച്ച് പോകാൻ പോവുക. അപ്പം ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇതെന്തായാലും പറ്റത്തില്ല. ഞാൻ അമ്മയുടെ ഉടമ്പടി വെച്ചത്, എനിക്ക് അമ്മയുടെ വീടൊരുക്കി തരുവാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ താമസിക്കാനുള്ള വെള്ളവും എൻ്റെ പരിശുദ്ധ അമ്മ ഭൂമിയുടെ അഗാധങ്ങളിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കി തരുമെന്ന് എനിക്കറിയാം. ഈശോയോട് പറഞ്ഞ് അത് സാധിച്ചു തരും. അങ്ങനെ ഞങ്ങളുടെ കോൺട്രാക്ടർ വന്നപ്പോഴും അദ്ദേഹവും പറഞ്ഞു ശരി നമുക്ക് മുന്നോട്ട് പോകാം, വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കിണർ പണിക്കാർ അവർ കെമിക്കൽ എന്തോ കിണറ്റിനകത്ത് ഒഴിച്ച് പാറ വിണ്ട് കീറി മാറാൻ വേണ്ടിയിട്ടുള്ളത് അവരുടെ കെമിക്കൽ പ്രവർത്തിച്ചോട്ടെ. ഞാൻ അന്ന് തൊട്ട് അതുവരെ ഞാൻ മടിച്ചു നിന്നു. കാരണം കിണർ പണിക്കാർ അതിനകത്ത് ഇറങ്ങി ചവിട്ടുമല്ലോ. എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഉപ്പ് ഞാൻ എങ്ങനെയാണ് അവർ ചവിട്ടുന്നിടത്ത് ഇടുന്നതെന്നോർത്താ വിശ്വാസ പ്രമാണം മാത്രം ചൊല്ലി കിണറിന് ചുറ്റും നടന്ന ഞാൻ ആ നിമിഷം മുതൽ ഈ വിശ്വാസ പ്രമാണം ചൊല്ലുന്നതിനൊപ്പം ഉടമ്പടി ഉപ്പ് കിണറിൻ്റെ സൈഡിൽ മൊത്തം ഇട്ടിട്ട് അമ്മയോട് പ്രാർത്ഥിച്ച, അമ്മ എനിക്ക് നീ എവിടെ നിന്നാണോ വെള്ളം തരേണ്ടത് ആ ഭാഗത്തെ പാറ പിളർത്തി മാറ്റി നീ എനിക്ക് വെള്ളം തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കെമിക്കൽ ഒഴിച്ച് പറ്റി ഒരാഴ്ചയായപ്പോൾ തന്നെ ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടിട്ടില്ലേ, അതേ രീതിയിൽ ആ സകല ഭാഗത്തു നിന്നുള്ള പാറകളെല്ലാം അവിടെ തന്നെ നിന്നോണ്ട് ഈ നടുക്ക് ഭാഗത്ത് മാത്രം അത് പാറ വിണ്ട് കീറിച്ച് പരിശുദ്ധ അമ്മ എനിക്ക് വെള്ളം തന്നു. ഇന്നും നല്ല തെളിനീര് അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്ന് അമ്മയുടെ അടുത്തേക്ക് വന്നത് തന്നെ. അത്രയും തന്ന അനുഗ്രഹം അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അടുത്തത് തന്നെ അപ്പം എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ജേർണലിസം കഴിഞ്ഞ ആളാണ്. ഞാൻ പത്രത്തിൽ സബ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം വിവാഹം കഴിഞ്ഞ ശേഷം എനിക്ക് എൻ്റെ ജോലി തുടരാൻ പറ്റിയിട്ടില്ല. വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാണ്, ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പുറത്ത് ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ജോലി വേണ്ടാന്ന് വെച്ചു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അമ്മ തന്ന കുഞ്ഞുങ്ങളാണ്. ഞാൻ എപ്പോഴും അമ്മയോട് പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അമ്മേ ഈ മക്കൾ എൻ്റെയല്ല, നീ എന്നെ വളർത്താനേൽപ്പിച്ചതാ. എന്നിൽ പല കുറവുകളും ഉണ്ട്, അമ്മ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയേക്കണം എന്ന് പറയും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എൻ്റെ കുഞ്ഞിന് നവോദയയിൽ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവളെ അതിൻ്റെ എൻട്രൻസ് എഴുതിപ്പിക്കാൻ തീരുമാനിച്ചു. ഒരു 3 മാസത്തെ കോച്ചിങ് മാത്രമേ ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് അവൾക്ക് കൊടുക്കാൻ സാധിച്ചുള്ളൂ. അവളെ എക്സാം സെൻറ്ററിൽ കൊണ്ടിരുത്തി, എൻട്രൻസ് എക്സാമിന് കൊണ്ടിരുത്തിയപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി കാശ് രൂപ എടുത്ത് കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു. അതിനൊപ്പം സെഫാനിയ 3:17 നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം തരുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട് എന്നുള്ള വചനവും കൊടുത്തു. എന്നിട്ട് കുഞ്ഞിന് എക്സാം 2 മണിക്കൂർ സമയമുണ്ട് എക്സാമിന്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, നമുക്ക് പുറത്ത് തൊട്ടടുത്തുള്ള പള്ളിയിൽ എവിടെയെങ്കിലും പോകാം, അവിടെ പോയിരുന്ന് എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി അടുത്തുള്ള പള്ളിയിൽ പോയി ജപമാല ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. മോളെയും കൂട്ടി പോന്നു. ജൂൺ മാസത്തിൽ ഇതിൻ്റെ റിസൾട്ട് വന്നപ്പം ഇവിടെ കോച്ചിങ് സെൻറ്ററിലെ ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞു, ആൻമരിയയ്ക്ക് അഡ്മിഷൻ ആയിട്ടുണ്ട് കേട്ടോ, ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യണമെന്ന്. ഞാൻ കൺഫേം ചെയ്യാനൊന്നും നിന്നില്ല. ഞാൻ ഓടിച്ചെന്ന് മാതാവിൻ്റെ മുമ്പിൽ കമിഴ്ന്ന് വീണ് കിടന്ന് നന്ദി പറഞ്ഞു. ഞാൻ ആ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചത് മൊത്തം എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ തരണേന്ന് പ്രാർത്ഥിച്ചിട്ടേയില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിക്ക് നന്മയ്ക്കാണെങ്കിൽ മാത്രമേ എൻ്റെ അമ്മയെ ഈശോയോട് പറഞ്ഞ് ഇടപെടണമെന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അമ്മ കുഞ്ഞിന് അഡ്മിഷൻ തന്ന് അനുഗ്രഹിച്ചു. അടുത്തത് ഞങ്ങളുടെ കടയിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾക്കൊരു കുഞ്ഞു മെഡിക്കൽ ഷോപ്പാണുള്ളത്, ഞങ്ങൾ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പം കടയിൽ നമുക്ക് മെഡിസിൻ രംഗത്തുള്ളവർക്കറിയാം, നമുക്ക് ചില മെഡിസിൻസിന് കൺട്രോളുണ്ട്. നമുക്ക് എടുക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും എല്ലാം നമുക്ക് കിട്ടും. പക്ഷേ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ അത്രയും പെയിനായിട്ടുള്ളവർക്ക്, നല്ല ഒരുപാട് പെയിനുള്ള രോഗികൾക്ക് അങ്ങനെയൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കടയിൽ ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്, അമ്മയ്ക്ക് ഭയങ്കര ഈ മെഡിസിൻ ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിച്ചു. ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് പ്രിസ്ക്രിപ്ഷൻ വേണം, ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ മെഡിസിൻ നമുക്ക് എടുക്കാൻ പറ്റില്ല, H1 ലിസ്റ്റിലുള്ള മെഡിസിൻസാണ്. അപ്പം ഇവൻ ശരി കൊണ്ടുവരാം, അവൻ കൊണ്ടുവന്നു. ഒരു പഴയ പ്രിസ്ക്രിപ്ഷൻ ആയിരുന്നു. ശരി, നമ്മൾ അതിനനുസരിച്ചുള്ള മരുന്ന് കൊടുത്തു.
അത് കഴിഞ്ഞ് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പയ്യൻ വീണ്ടും ഇതേ ഇതുകൊണ്ട് വന്നു. ഹസ്ബൻഡ് പറഞ്ഞു, മോനെ സ്റ്റോക്കില്ല എന്ന് പറഞ്ഞു. ഈ അടുത്ത് അതിൻ്റെ പിറ്റേ ദിവസം വേറൊരു പയ്യൻ വന്നു ഈ മെഡിസിൻ ചോദിച്ച്. അപ്പോൾ ഇത്തരം മെഡിസിൻസ് ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അവരുടെ പ്രിസ്ക്രിപ്ഷൻ മേടിച്ച് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് സൂക്ഷിക്കണം. അങ്ങനെ നമുക്കിത് വിപണനം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നോക്കിയപ്പം ആ പയ്യനും കൊണ്ടുവന്ന പ്രിസ്ക്രിപ്ഷൻ ഈ തലയാഴ്ച വന്ന് കൊച്ചു കൊണ്ടുവന്ന അതേ പ്രിസ്ക്രിപ്ഷൻ തന്നെയാണിത്. അപ്പം ഹസ്ബൻഡ് കടയിലുള്ളപ്പോഴും ഇവർ വന്ന് വാങ്ങും, പിന്നെ സ്റ്റാഫ് കടയിലുള്ളപ്പോഴും ഇവരിത് ചോദിച്ചു വരും. പക്ഷേ നമ്മൾ തമ്മിൽ, നമ്മുടെ സ്റ്റാഫും ഇവരും തമ്മിൽ നമുക്ക് അറിയാമല്ലോ. അങ്ങനെ പിറ്റേ ആഴ്ച ഈ പയ്യൻ ഇതേ സാധനം ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, സാധനം ഇല്ല, നമുക്ക് സ്റ്റോക്കില്ല, അടുത്ത ആഴ്ച കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനും കടയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പയ്യൻ അവിടെ നിന്ന് കുറേ നേരം നിന്ന് കെഞ്ചി, ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. എന്നോടും പറഞ്ഞു, ചേച്ചി ഒന്ന് പറ, ചേട്ടനോട് എന്ന് പറ, എനിക്കിതൊന്ന് തരാൻ പറ. പറഞ്ഞു, മെഡിസിൻ സ്റ്റോക്കില്ല മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവൻ കുറേ സമയം അവിടെ നിന്ന് കെഞ്ചി പറഞ്ഞു, മോനെ നിനക്കറിയാലോ ഇത് H1 ലിസ്റ്റിലുള്ള മെഡിസിൻസ് ആണ്, ഇത് നമുക്കങ്ങനെ മിസ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം പറയും, ഞാനൊരു ഫാർമസിസ്റ്റ്, എനിക്കറിയാം ഈ മെഡിസിൻ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, പക്ഷേ എനിക്കിത് തന്നേ തീരൂ. ഹസ്ബൻഡ് പറഞ്ഞു, മെഡിസിൻ ഇല്ല, ഇനി ഉണ്ടെങ്കിലും ഞാൻ നിനക്ക് തരില്ല, നീ ഇത് മിസ്യൂസ് ചെയ്യുവാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് അപ്പോഴേക്ക് ഈ പയ്യൻ ഭയങ്കരമായിട്ട് അങ്ങ് വയലൻ്റായി. അവിടെ നിന്നിട്ട് ഭയങ്കര ചീത്ത വിളിച്ചു. ഒരുപാട് നമുക്ക് ഈ ലോകത്ത് ഞാൻ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഭാഷകളെല്ലാം വിളിച്ചു. എന്നിട്ട് അവിടെ നിന്നിട്ട് ഷൗട്ട് ചെയ്തു, ഇപ്പം നിന്നെ കാണിച്ചു തരാമെന്ന്. അപ്പോഴേക്കും ഈ കുട്ടികളൊക്കെ കുറേ പേരൊരു ഗ്യാങ്ങാ, തലേന്ന് വന്നവന് തലയാഴ്ച വന്ന് ഇവർ കുറച്ച് പേര് ഒന്നിച്ച് അവിടെ ഇവിടുന്നും കൂടെ ഓടി വന്നിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടെ അന്നേരം ഇയാളത് തരുന്നില്ല, പോത്തി വെച്ചേക്കുക, നമുക്ക് പണി കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ ചെക്കൻ അവിടെ നിന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോണിൽ ഡ്രഗ് ഇൻസ്പെക്ടറെ വിളിച്ചു. അപ്പോൾ ഇതെല്ലാം കണ്ട് ഞാൻ ഷോപ്പിലിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡ്, ദൈവം തമ്പുരാനെ, നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ നമുക്ക് പണി കിട്ടുവാണ്. അപ്പോൾ ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ അമ്മയുടെ ഉടമ്പടി കാശ് രൂപ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇത് നമുക്ക് പണിയാവുമോ? ഇത് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു 5 മിനിറ്റിനകത്ത് പോലീസ് അവിടെ വന്നു. പെട്ടെന്ന് നമ്മുടെ അവിടുത്തെ പോലീസ് അവർ ജീപ്പിൽ വന്നിട്ട് ഹസ്ബൻഡിനെ അങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, എന്താ അച്ഛാ ഈ സംഭവം എന്ന് ചോദിച്ചു. അപ്പം ഹസ്ബൻഡ് കാര്യം പറഞ്ഞു, ഞാനിത് കൊടുക്കാത്തത് കൊണ്ടുള്ള വിഷയമാണ്. അപ്പോൾ ഇവർ ഡ്രഗ് ഇൻസ്പെക്ടറെ വിളിച്ച് പറഞ്ഞത്, ഇന്ന സ്ഥലത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എന്തോ നമ്മൾ കൊടുക്കാൻ പാടില്ലാത്ത ലഹരി കലർന്ന മരുന്ന് കൊടുത്തിട്ട് സ്കൂൾ കുട്ടികൾ അബോധാവസ്ഥയിൽ എവിടെയോ വീണ് കിടപ്പുണ്ടെന്നായിരുന്നു പരാതി. പോലീസ് വന്ന് അന്വേഷിച്ചു. അപ്പം ഞാൻ കടയ്ക്കകത്തുകൂടെ നടന്ന് ഈ അമ്മ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപം എൻ്റെ കടയുടെ കൗണ്ടറിലും ഓരോ മെഡിസിൻ വെച്ചിരിക്കുന്നവിടെ എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഞാൻ ഈ കാശ് രൂപം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. പുറത്തിറങ്ങി കടയുടെ ഫ്രണ്ട് ഗ്ലാസ്സിലും എല്ലാം തൊട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്കപ്പം മോൻ സ്കൂളിൽ നിന്ന് 3:30 വരും, അതിനു മുമ്പ് എനിക്ക് വീട്ടിലെത്തണം. ഞാൻ പോരാൻ നേരത്തെ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ ഉടമ്പടി കാശ് രൂപ ഹസ്ബൻഡിൻ്റെ പോക്കറ്റിലിട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പരിശുദ്ധ അമ്മയ്ക്കറിയാം, ബാക്കി എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങി തന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. പോലീസുകാർക്ക് മനസ്സിലായത് വ്യാജ പരാതിയാണെന്നും ഈ പയ്യന്മാരിത് പല സ്ഥലങ്ങളിൽ എടുക്കുന്നതാണെന്നും. എന്തു തന്നെയാണേലും അമ്മയുടെ ഉടമ്പടി കാശ് രൂപം വഴി ഞങ്ങളെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു തന്നു. പിന്നെയുള്ള ഇത് എൻ്റെ മമ്മിയും ഉടമ്പടി എടുത്ത ആളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മമ്മിയുടെ കയ്യിൽ ഉടമ്പടി കാശ് രൂപമുണ്ട്. മമ്മിക്ക് ഇടയ്ക്ക് സ്ട്രോക്ക് വന്നു. അതിൽ നിന്നൊക്കെ അത്ഭുതകരമായ വിടുതൽ തന്നി മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ അതുകൂടാതെ മമ്മിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നായിരുന്നു. അത് കുറച്ച് കൂടുതലായി, ഒരുപാട് മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് മമ്മി അറിഞ്ഞില്ല ഇത്രത്തോളം ഇൻഫെക്ഷൻ വന്ന കാര്യമൊന്നും. അങ്ങനെ ഇൻറ്റേർണൽ ഓർഗൻസിനെല്ലാം ഇൻഫെക്ഷനായി. ഉടമ്പടി ബോൺമാരോ ടെസ്റ്റ് വരെ ലോകത്തിൽ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ട് വന്നു. ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതെല്ലാം തന്നെ ബയോപ്സിക്ക് അയച്ചെങ്കിലും ഒരു കുഴപ്പമില്ല എന്നുള്ള റിസൾട്ട് കിട്ടി. മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ആദ്യമൊക്കെ എനിക്കിതിവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ, എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ എനിക്കൊരു ചെറിയൊരു മടി പോലെ, എല്ലാവരും അറിയുന്ന ആളുകളല്ലേ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും, അങ്ങനെയൊക്കെ മടിയായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ അടുത്തുള്ളവർക്കും പരിചയക്കാർക്കും മാത്രമായിട്ട് പത്രം കൊടുത്തോണ്ടിരുന്നേ. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന് ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു പോയ ആളാണ് പുതുക്കിയിട്ട്. അപ്പം ഞാൻ കാണുന്നവർക്കല്ല, ഞാൻ ആശുപത്രിയിൽ പോയാൽ അവിടെ കൊണ്ടുപോയി അവിടെ ഉള്ളവർക്ക് കൊടുക്കും. അതുപോലെ ഓട്ടോ സ്റ്റാൻഡിൽ പോയി അവിടെ കൊണ്ടുപോയി പത്രം കൊടുക്കും. അതുപോലെ കടകൾ ഇറങ്ങി പത്രം കൊടുക്കും. എനിക്ക് യാതൊരു മടിയും തോന്നുന്നില്ല പത്രം കൊടുക്കുന്നതിന്. പിന്നെ എനിക്ക് കിട്ടുന്ന ഈ കൃപാസനത്തെ പറ്റി ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ അതിൻ്റെ ജീവിക്കുന്ന ഇത് തന്നെയാണ്. എൻ്റെ ജീവശ്വാസം എൻ്റെ ഈശോ തമ്പുരാൻ എനിക്ക് തന്നത് തിരികെ എടുക്കും വരെ ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിതാനുഭവം അവരോടെല്ലാം പങ്കുവെക്കും. കാരുണ്യ പ്രവർത്തനം, പിന്നെ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ഇപ്പോൾ ഒരാൾ സഹായം ചോദിച്ചു വന്ന ഹസ്ബൻഡ് അറിഞ്ഞോ അറിയാതെയും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്
ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തുള്ളത് മധ്യസ്ഥ പ്രാർത്ഥന. ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കും എങ്കിലും ഇത്രത്തോളം ഏകാഗ്രതയോടെ കൃത്യമായൊരു സമയം വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെനക്കെടത്തില്ലായിരുന്നു. പക്ഷേ ഈ ഉടമ്പടിയിൽ വന്ന ശേഷം ഞാൻ എല്ലാവർക്കും വേണ്ടി ഒരു കാര്യം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു, അത് നടത്തി തരുന്നു എന്ന് അവർ വന്ന് പറയുന്നുണ്ട്. അവർക്കത് സാധിച്ചു കിട്ടുന്നു എന്ന് ഓരോ കാര്യങ്ങളും നിയോഗം വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിലും ഇപ്പോഴും ഞങ്ങളുടെ ഒരു സഹോദരിയുടെ വീട് പണി നടക്കുവാണ്. ഞങ്ങളുടെ അടുത്തുള്ള അവർ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞാൽ വിട്ടിരിക്കുന്നത് ഓരോരോ കാര്യങ്ങൾക്ക്. ഇപ്പോൾ എൻ്റെ മക്കളെന്നോട് ചോദിക്കും, മമ്മി നമുക്ക് ഈ വാർത്തകളൊക്കെ കണ്ട് ഓരോരുത്തരുടെ വിഷമം കണ്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞ് ചോദിക്കും എന്നോട്, മമ്മിക്ക് ഒരു പരിചയമില്ലല്ലോ, പിന്നെ മമ്മി എന്തിനാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, മോളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളും ദൈവം ഇടപെടും. എൻ്റെ വീട് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ആദ്യത്തെ നിയോഗം സ്ഥലം വിറ്റ് കിട്ടാനും അടുത്തത് വീട് കിട്ടാനും ഒക്കെ ആയിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് വസ്തുവും വീടും വെക്കണം. എൻ്റെ അതേ അവസ്ഥയിൽ എന്നെക്കാട്ടിലും മോശമായ അവസ്ഥയിൽ നിൽക്കുന്നവരുണ്ട്. മാതാവേ, അവർക്ക് നീ വീട് കൊടുത്ത ശേഷം മാത്രം എനിക്ക് തന്നാൽ മതി കേട്ടോ എന്നുള്ള ആ ഒരു രീതിയിൽ എളിമപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് മാതാവ് എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുത്ത് വന്നത്. ചെറുതും വലുതുമായ അനേക കാര്യങ്ങൾ ഈ ഉടമ്പടി കാശുരൂപം വഴി എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ലാത്ത നന്മ മാത്രമേ ഉള്ളൂ. ഈ ഉടമ്പടി എടുത്തത് തൊട്ട് ഭയങ്കര ധൈര്യമാണ്. ഈ ആകാശം ഇടിഞ്ഞ് താഴോട്ട് വന്നാൽ പോലും താങ്ങാൻ എൻ്റെ അമ്മയുണ്ട്. അമ്മ മുമ്പിൽ പോകുന്നുണ്ട്. അമ്മയുടെ നിഴല് പറ്റി അങ്ങ് മുന്നോട്ട് നടന്നു പോയാൽ മതി. ആ ഒരു ധൈര്യത്തിൽ ജീവിക്കാനുള്ള കൃപയാണ് മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിത്തന്നത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. സങ്കീർത്തനം 34 7 തിരുവചനം അരുളി ചെയ്യുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ഹണിമോൾ പി ജോർജ് തൻ്റെ അനുഭവ സാക്ഷ്യം വളരെ വ്യക്തമാണ്. എത്രയേറെ അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവച്ചത്. തനിക്കും കുടുംബത്തിനും ഹസ്ബൻഡിനും തങ്ങളുടെ വരുമാന മേഖലയിലും തങ്ങൾ മൂലം മറ്റുള്ളവർക്കും ഒക്കെ ലഭിച്ചത്, അതുപോലെ അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എല്ലാം ഈ മകള് വളരെ വ്യക്തമായിട്ട് നമ്മോട് പങ്കുവയ്ക്കുകയാണ്. നാം കേട്ട തിരുവചനം പോലെ തന്നെ കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ഉടമ്പടി ജീവിതത്തിൻ്റെ വിശുദ്ധിയോടും ശ്രദ്ധയോടും ദൈവസ്നേഹത്തോടും കൂടെ ഉടമ്പടി ജീവിതത്തെ നാം ജീവിക്കുമ്പോൾ അതൊരു ജീവിത ക്രമമാണ്, ജീവിത രീതിയാണ്. അത് നിബന്ധനകൾ പാലിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഒരിക്കലും സാധ്യമല്ല എന്നുള്ള പല കാര്യങ്ങൾ 30 ലക്ഷം കടവുമായിട്ട് ഇവിടെ വന്നു. തങ്ങൾക്ക് യാതൊരു നിവൃത്തിയുമില്ലായിരുന്നു. തങ്ങളുടെ സ്ഥലം 3 വർഷമായിട്ട് വീടും സ്ഥലവും വിറ്റുപോകുവാനായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം പുതിയ അറിവുകൾ കിട്ടുകയാണ്. അതൊന്ന് പുതുക്കി പണിയാം. പിന്നീട് പുതുക്കി പണിത് കഴിയുമ്പോൾ അതെല്ലാം നല്ല രീതിയിൽ വിറ്റുപോകുന്നത്, തങ്ങൾക്ക് തന്നെ ഒരു ഭവനം, അതും എത്ര മാസം, വളരെ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ ഒരു ഭവനം ഇവർക്ക് ലഭിക്കുന്നതും, അങ്ങനെ ഓരോ കാര്യങ്ങളും നാം കേൾക്കുകയുണ്ടായി. എല്ലാറ്റിലും ഉപരിയായിട്ട് എങ്ങനെയാണ് ഉടമ്പടി, ഇതൊരു ബുദ്ധിപരമായ വിവേകത്തോടു കൂടിയ ഒരു ജീവിതം തന്നെയാണ്. നമുക്ക് ഉടമ്പടി ഉപ്പും നേർച്ച വസ്തുക്കളും എല്ലാം നേർച്ച വസ്തുക്കളും നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളൊക്കെ നാം കേൾക്കുന്നവരാണ്. നമുക്ക് എത്ര പേർക്ക് ഇങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയുള്ള അനുഭവങ്ങൾ കിട്ടുന്നുണ്ട്? എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛൻ ദിവ്യബലിക്ക് ശേഷം എത്രയോ പ്രാർത്ഥനകൾ നടത്തി എത്രയോ ദിവസം വീണ്ടും വീണ്ടും വെഞ്ചരിച്ച് കിട്ടുന്ന നേർച്ച വസ്തുക്കളാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് ഓരോന്നും ചിലപ്പോൾ 50ഉം 60ഉം പ്രാവശ്യമൊക്കെ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളാണ് നമ്മുടെ കൈകളിലിരിക്കുക. നാം ചിന്തിക്കണം, എന്തുകൊണ്ട് കുറച്ച് പേർക്ക് മാത്രം ഇത് ഫലമാകുന്നു, എനിക്കെന്തുകൊണ്ട് ഇത് കിട്ടുന്നില്ല? അപ്പോൾ എവിടെയാണ് ഈ പ്രയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം നാം അറിയാഞ്ഞിട്ടാണോ, അതോ നാം പ്രയോഗിക്കുന്നതിലുള്ള കുറവുകളാണോ? അതാണ് നാം ചിന്തിക്കേണ്ടത്. അങ്ങനെ എല്ലാവർക്കും തന്നെ ഒരേപോലെയുള്ള വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ കിട്ടുമ്പോൾ എവിടെയെങ്കിലും ആർക്കെങ്കിലും അത് ലഭിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബോധ്യങ്ങളിലൊക്കെ നമുക്ക് വരുത്തേണ്ട മാറ്റമാണ്. താനൊരു ജേർണലിസ്റ്റൊക്കെയാണ്, തനിക്ക് ചെയ്യാൻ പറ്റാത്തത് തൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം, ഓരോന്നിനും നിയോഗം വെച്ച് വ്യക്തമായ ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്നു. ആകാശം ഇടിഞ്ഞു വീണാലും കുഴപ്പമില്ല, അമ്മ മുമ്പേ പോകുന്നുണ്ടെന്നാണ് പറയുക.
ഇതൊക്കെ തന്നെയാണ് ഒരു നിലപാടുകൾ, ഇതൊക്കെ തന്നെയാണ് ബോധ്യങ്ങൾ. അല്ലാതെ കുറച്ച് വിശ്വസിച്ചു, എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം കിട്ടുമ്പോൾ പെട്ടെന്ന് പതറിപ്പോയി, അതൊക്കെ ഒരു സാധാരണമാണ്. എന്നാൽ ഉടമ്പടി എന്ന് പറയുന്നത് അസാധാരണ കാര്യങ്ങൾ നടക്കുന്നതാണ്. അതിന് അസാധാരണ ജീവിതം തന്നെ വേണം. നമ്മുടെ യുക്തിയും ബുദ്ധിയും മാത്രം പോരാ, ദൈവികമായിട്ടുള്ള സ്പർശനം വേണം, ദൈവസ്നേഹം വേണം. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.